അപ്പോൾ ഈ ഇടത്തെ കൗളിലുള്ള മറുക് ഭഗവാന് അവസാനം വരെ ഒരു അലങ്കാരമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ പെട്ടെന്ന് അവരൊരു പാമ്പിനെ കണ്ടു. കാരണം ഇത് അനന്തൻ്റെ സാന്നിധ്യമായിരിക്കും, ദിവ്യ അവതാരമാണല്ലോ. അപ്പോൾ ഒരു പാമ്പുണ്ടാവുന്നതിലൊന്നും അത്ഭുതമില്ല. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഏത് തരത്തിൽ നോക്കിയാലും അങ്ങ് സത്യസ്വരൂപനാണ്. സത്യം കൊണ്ട് മാത്രമേ അങ്ങയെ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നതുകൊണ്ട് അങ്ങ് മുഴുവൻ പൂർണ്ണമായ സത്യം തന്നെയാണ്. സായിരാം, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അവതാര കാര്യം പറഞ്ഞു. അവതരിച്ചിട്ട് പ്രസവിച്ച് വീണ കുഞ്ഞ്, ആ കുഞ്ഞിൻ്റെ ഇടത്തെ കവിളിൽ ചെറിയ ഒരു കറുപ്പ് നിറത്തിലുള്ള ഒരടയാളം, ഇംഗ്ലീഷിൽ മോൾ എന്ന് പറയാം, അതിന് മറുക് എന്ന് സാധാരണ മലയാളത്തിൽ പറഞ്ഞെങ്കിലും അത് ശരിക്കും മറുക മാതിരി പറയാൻ പറ്റില്ല. അതേമാതിരി നെഞ്ഞൽ ഒരു മറുക് ശ്രീവത്സം പോലെ. അപ്പോൾ ഈ ഇടത്തെ കൗളിലുള്ള മറുക് ഭഗവാന് അവസാനം വരെ ഒരു അലങ്കാരമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമുക്കറിയാം, പാലാഴി മദന സമയത്ത്, കാളകൂട വിഷം വന്ന സമയത്ത് ഭഗവാൻ ശിവൻ ലോകനന്മയ്ക്കായിട്ട് അതെടുത്ത് കുടിക്കാൻ നോക്കിയപ്പോൾ, അത് കഴുത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ പാർവതീദേവി വന്നിട്ട് പിടിച്ചെന്നും അവിടെ അത് കട്ടയായിട്ട് നിന്നപ്പോൾ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം ആ നീലനിറം ഭഗവാന് ഒരലങ്കാരമാവുകയും ചെയ്തു, ഒരു പുതിയ പേരും കിട്ടി, നീലകണ്ഠൻ എന്ന്. അതേപോലെ ഇവിടെ ഭഗവാൻ അവതരിച്ച് വന്ന സമയത്തിന് ഒരു പ്രത്യേക അടയാളമായിട്ട് തന്നെയാണ് ഇവിടെ അവതരിച്ചത്. കുട്ടിയുടെ പാദങ്ങളിൽ ചക്രം, ശംഖ് മുതലായ ദിവ്യ അടയാളങ്ങളൊക്കെ ആ പാദങ്ങളിൽ ഉണ്ടായിരുന്നു. നാട്ടാചാരമനുസരിച്ചിട്ട് ലക്ഷ്മമ്മ കുട്ടിയെ നിലത്തേക്ക്, പനയോലയിൽ നിലത്തേക്ക് ഇറക്കി കടത്തി. അപ്പോൾ പെട്ടെന്ന് അവരൊരു പാമ്പിനെ കണ്ടു. കാരണം ഇത് അനന്തൻ്റെ സാന്നിധ്യമായിരിക്കും, ദിവ്യ അവതാരമാണല്ലോ. അപ്പോൾ ഒരു പാമ്പുണ്ടാവുന്നതിലൊന്നും അത്ഭുതമില്ല. സത്യനാരായണ പൂജ കഴിഞ്ഞ ഉടനെ ഉണ്ടായിട്ടുള്ള കുട്ടിയായതുകൊണ്ട് കുട്ടിക്ക് സത്യനാരായണൻ എന്ന പേരിടുന്നതാണ് ഉചിതമെന്ന് എല്ലാവരും കൂടി നിശ്ചയിച്ചു. അത് തികച്ചും പറ്റിയ പേരന്നെയായി. കാരണം ശ്രീകൃഷ്ണ ഭഗവാൻ ആ ഗർഭോദരത്തിലിരിക്കുമ്പോഴാണ് ബ്രഹ്മാദിദേവന്മാർ ആ കാരാഗ്രഹത്തിലെത്തിയിട്ട് അവരുടെ ബ്രഹ്മദേവന്മാരുടെ സ്തുതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തുതി, ഭാഗവതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തുതി എന്ന് പറയുന്നത് സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം നിഹിതം ച സത്യേ. അവിടെ അങ്ങയുടെ സങ്കല്പത്തിൽ സദാസമയം സത്യം മാത്രമേ ഉള്ളൂ. അങ്ങയുടെ സങ്കല്പത്തിന് ഒരിക്കലും കോട്ടം വരാത്തതിനാൽ അങ്ങ് സത്യവ്രതനാണ്. അങ്ങയെ ആശ്രയിക്കുന്ന ഭക്തന് എപ്പോഴും ആശ്രയം കൊടുക്കുമെന്ന വ്രതം അങ്ങ് എടുത്തുകൊണ്ടും അങ്ങ് സത്യവ്രതനാണ്. സത്യം കൊണ്ടേ അങ്ങയെ പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്നതുകൊണ്ട് അങ്ങ് സത്യപരനാണ്. അങ്ങയിൽ സത്യത്തിന് മാത്രമേ താല്പര്യമുള്ളൂ എന്നുകൊണ്ടും അങ്ങ് സത്യപരൻ തന്നെ. അങ്ങ് 3 കാലങ്ങളിലും, സൃഷ്ടി സമയത്തും നടപ്പ് സമയത്തും ഇനി പ്രളയം കഴിഞ്ഞാലും 3 കാലത്തും ഉള്ളവനായതുകൊണ്ട് അങ്ങ് ത്രിസത്യനാണ്. അങ്ങനെ എങ്ങനെ നോക്കിയാലും ഏത് തരത്തിൽ നോക്കിയാലും അങ്ങ് സത്യസ്വരൂപനാണ്. സത്യം കൊണ്ട് മാത്രമേ അങ്ങയെ പ്രാപിക്കാൻ കഴിയുള്ളൂ എന്നതുകൊണ്ട് അങ്ങ് മുഴുവൻ പൂർണ്ണമായ സത്യം തന്നെയാണ് എന്ന അർത്ഥത്തിലുള്ള പേര് തന്നെയാണ് ഭഗവാൻ വന്നത്. സത്യം എന്നാൽ ഒരിക്കലും നശിക്കാത്തത്. സത്യം മാത്രമാണ് ശരിയായിട്ട് നിത്യമായിട്ടുള്ളൂ. സത്യം മാത്രമാണ് നിത്യമായ വസ്തു ലോകത്തിലുള്ളൂ. ബാക്കിയൊക്കെ വസ്തുക്കളാണ്, അതൊക്കെ മാറിമറിയുന്നവയാണ്, നശിക്കുന്നവയാണ്. പക്ഷേ സത്യം ഏത് കാലത്തും എപ്പോഴും സനാതനമാണ്. അതുതന്നെയാണ് അവതാര സ്വരൂപം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേര് നമ്മൾക്ക് അവർക്ക് തോന്നിയിട്ടു എന്ന് പറഞ്ഞാലും അത് ഭഗവത് സങ്കല്പം കൊണ്ട് തന്നെ മാത്രമാണ് അങ്ങനെ ഒരു പേരിടാൻ വഴിയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാം. ഈ കുട്ടിയാണെങ്കിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ്. എല്ലാവർക്കും എപ്പോഴും കാണണം. ഗ്രാമവാസികളും അടുത്ത വീട്ടിലും ഉള്ളവരൊക്കെ തിരക്കാണ് എപ്പോഴും കാണാൻ വേണ്ടി. കുട്ടിയെ എടുക്കണം, താലോലിക്കണം, തൊട്ടിലിട്ടിട്ട് ആട്ടണം. തൊട്ടിലിട്ട് ആടുമ്പോൾ അവർക്ക് അവരുടെ എല്ലാ ദുഃഖങ്ങളും കഷ്ടങ്ങളും ഒക്കെ മറക്കുന്ന സമയമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഗോകുലത്തിലെ അവസ്ഥ തന്നെ. ഗോകുലത്തിൽ ഭഗവാൻ കൃഷ്ണനെ സദാസമയം എടുത്തുകൊണ്ടും ഉമ്മ വെച്ചുകൊണ്ടും താലോലിച്ചുകൊണ്ടും നടന്നിരുന്ന ഗോപസ്ത്രീകൾ, അവർക്കുണ്ടായ ദുരിതങ്ങളും കഷ്ടങ്ങളും ഒക്കെ മറക്കുന്നത് ഭഗവാനെ കാണുമ്പോഴാണ്. അതേമാതിരി തന്നെ ഈ കുട്ടിയെ കാണാനും ഈ കുട്ടിയെ എടുക്കാനും താലോലിക്കാനുമായിട്ട് ഒരുപാട് ആ ഗ്രാമത്തിലെ എല്ലാവരും എല്ലാ ദിവസവും വന്നിരുന്നു. അതുകൊണ്ട് കുട്ടി എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. അങ്ങനെ കുറച്ച് വലുതായി കഴിയുമ്പോഴേക്ക് മെല്ലെ മെല്ലെ അവതാരപുരുഷൻ്റെ ശോഭ പ്രകാശിക്കാൻ തുടങ്ങുകയാണ്. കുട്ടിക്ക് നെറ്റിയിൽ എപ്പോഴും
ഭസ്മം തൊടണം. അത് ശീല. അങ്ങനെ ആ ഭസ്മം തൊട്ടാൽ മാത്രം പോരാ, ഭസ്മത്തിൻ്റെ നടുവിൽ ഒരു കുങ്കുമപ്പൊട്ടും വേണം. ഈ കുങ്കുമം ആ നിറം കണ്ടാൽ വലിയ സന്തോഷമാണ്. ഈശ്വരാമ്മ കുങ്കുമപ്പൊട്ട് ഇട്ടിട്ട് വരുമ്പോൾ കമ്ന്ന് കിടന്ന് നീന്തിക്കൊണ്ടിരിക്കുന്ന കുട്ടി ഓടി വന്നിട്ട് അതുമെല്ലാം കൈകൊണ്ട് തൊട്ടിട്ട് മാന്തൂത്തറി. അപ്പോൾ എന്തായി കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രത്യേകത? പറയുമ്പോൾ ഇത് ശിവശക്തി സ്വരൂപമല്ലേ. ശിവനാണെങ്കിൽ ഭസ്മം വേണം, ശക്തി സ്വരൂപമാകുമ്പോൾ ഭഗവതിക്ക് കുങ്കുമം വേണം. അപ്പോൾ അതില്ലാതെ ആ ദേവസ്വരൂപത്തിന് നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈശ്വരാമ്മയ്ക്ക് അതിഷ്ടമല്ല, കുങ്കുമം വയ്ക്കുന്ന ഇഷ്ടമല്ല. കുങ്കുമം ഇതൊക്കെ കൂടി വെച്ച് കഴിഞ്ഞാൽ കാണാൻ കുറേ ഒരു വല്ലാത്ത രീതിയാകുമ്പോൾ നല്ല സുന്ദര സ്വരൂപമാകുമ്പോൾ ആൾക്കാരെ കണ്ണൊക്കെ പറ്റും. അതുകൊണ്ട് എന്ത് കഴിഞ്ഞാലും സമ്മതിക്കില്ല അത്ര കുങ്കുമം പറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്വാമി എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലുമൊക്കെ എഴഞ്ഞ് പോയിട്ടോ മുട്ടുകുത്തി പോയിട്ടോ പെങ്ങന്മാരുടെ കുങ്കുമം എടുത്തിട്ട് അത് മുഴുവൻ നെറ്റിയിൽ തേച്ചിട്ട് വരുന്നു. ഞാൻ ശിവശക്തി സ്വരൂപമാണ് എന്ന ദൃഷ്ടാന്തം സ്വാമി കാണിച്ചിരുന്നു എന്നർത്ഥം. പിന്നെ മാംസാഹാരം തീരെ കഴിക്കില്ല. നമ്മളതിന് മുമ്പ് പറഞ്ഞു. വീട്ടിൽ മാംസാഹാരം വെച്ചിരുന്നു. അപ്പോൾ ആട്, കോഴി ഇതിനൊക്കെ ചില അറക്കാൻ കൊണ്ടുപോകാമെന്ന് മനസ്സിലായാൽ ഓടിച്ചെന്നിട്ട് അതിനെ പിടിക്കത്ര. അവരുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ട് അതിന് ഉമ്മ വയ്ക്കും, അതിനെ കെട്ടിപ്പിടിക്കും. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാൻ കാണിക്കൽ കണ്ടിട്ട് അവർക്ക് അതിനോട് കരുണയൊക്കെ തോന്നിയിട്ട് അതിനെ വിട്ടാൽ നന്നായിരുന്നു എന്ന രീതിയിൽ അത് അതിനു വേണ്ടി മാറത്ത് ചേർത്തിയിട്ട് ഇവരെയൊക്കെ ഓമനിക്കും. ഭഗവാന്റെ സ്നേഹം കണ്ടിട്ട് മാംസാഹാരി മാംസം വേണ്ടാന്ന് വെച്ചാൽ നന്നായില്ലോ എന്ന് വിചാരിച്ചിട്ട് ആ പ്രായത്തിൽ തന്നെ സമസൃഷ്ടികളോടുമുള്ള സ്നേഹം ഒരേമാതിരി. ഈ ഉള്ള ലോകത്തിലെ എല്ലാ സൃഷ്ടികളും എല്ലാ സൃഷ്ടികളും ഒരുപോലെ സ്നേഹിക്കാൻ സാധിക്കുന്ന ഒരാളെയാണ് മഹാനെന്ന് പറയേണ്ടത്. അത് സാധാരണ രീതിയിൽ സാധിക്കാത്ത സംഗതികളാണ്. നമുക്കൊക്കെ തന്നെ ചിലരോട് വൈരം, ചിലരോട് ദേഷ്യം ഒക്കെ ഉണ്ടാവും, ചിലരോട് സ്നേഹവും ഉണ്ടാവും. പക്ഷേ ആരെയും വിദ്വേഷമില്ലാതെ, ആരോടും ദേഷ്യമില്ലാതെ, ആരോടും പകയില്ലാതെ സദാസമയം വർത്തിക്കാൻ സാധിക്കുക എന്ന് പറയുമ്പോൾ അതൊരു ഈശ്വര അവതാരത്തിന് മാത്രമേ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ മഹാത്മാഗാന്ധിജിയെ പോലെയൊക്കെയുള്ള അവതാര തുല്യരായിട്ടുള്ള മനുഷ്യർക്ക് മാത്രമേ സാധിക്കുള്ളൂ. അത് ഭഗവാൻ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ ഈ ഒരു ശീലം കാണിച്ചിരുന്നു. വീട്ടിൽ മാംസാഹാരം ചെറിയ കുട്ടികൾ ആരും കേൾക്കില്ലല്ലോ. വീട്ടിൽ മാംസാഹാരം വെക്കരുത് എന്നൊക്കെ പറഞ്ഞാൽ മുതിർന്നവരൊന്നും കേൾക്കില്ല. അപ്പോൾ വീട്ടിൽ മാംസാഹാരം വയ്ക്കും ഇവരൊന്നും കേൾക്കാതെ ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ സുബ്ബമ്മയുടെ വീട്ടിലേക്ക് പോവും, ഓടിപ്പോവും. പിന്നെ വീട്ടിൽ നിൽക്കില്ല, നേരെ സുബ്ബമ്മയുടെ വീട്ടിലേക്ക് ഓടിപ്പോയി പോവും. അവർ ബ്രാഹ്മണരാണ്, അവർ കഴിക്കില്ലല്ലോ. നമ്മൾ സുബ്ബമ്മയുടെ കാര്യം വളരെ വിശദമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞു. കളിക്കുന്ന സമയത്ത് ഇത് പാവം കുട്ടിയല്ലേ, പാവം കുട്ടിയല്ല ശരി, പക്ഷെ പാവം കുട്ടി മാതിരിയാണല്ലോ, സൗമ്യനായിട്ടാണല്ലോ കാണിക്കുക. അവതാരങ്ങൾ ദേഷ്യപ്പെട്ടിട്ടോ ബഹളം കൂടൊന്നുമില്ലല്ലോ. കുട്ടികളൊക്കെ കളിക്കുമ്പോൾ കുട്ടികൾ തമ്മിൽ അടിപിടിയും ബഹളമൊക്കെ ഉണ്ടാവും. പക്ഷേ ഭഗവാൻ അടി കൊള്ളുക എന്നല്ലാണ്ട് അങ്ങോട്ട് അടിക്കുക, അവരെ ഉപദ്രവിക്കുക ഒന്നും ചെയ്യില്ല. അപ്പോൾ കുട്ടികളിങ്ങനെ കണ്ടമാനം ഉപദ്രവിക്കും പ്രതികരിക്കാത്തതുകൊണ്ട്. നമ്മൾ ഇവിടെ നമ്മളെ ലും കുട്ടികൾ കളിക്കുമ്പോൾ നമുക്ക് കാണാം, വളരെ സാധുക്കളായ കുട്ടികളെ ബാക്കി എല്ലാവരും കൂടി ദ്രോഹിക്കും. അത് ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. വീട്ടിലൊക്കെ അമ്മയും അച്ഛനും പറഞ്ഞു കൊടുക്കും, നീ ഇങ്ങനെ സാധുവായിട്ട് നിൽക്കണ്ട, ഒന്ന് ഇങ്ങോട്ട് 2-3 പ്രാവശ്യം അടിച്ചാൽ ഒരടി അങ്ങോട്ട് കൊടുക്കുക, എന്നാലേ കാര്യം ശരിയാവുള്ളൂ പറയും. അപ്പോൾ അത് ഒന്നും സ്വാമിക്ക് ഇല്ല. സ്വാമി എല്ലാം ആ ദേഷ്യം പിടിക്കുക എന്ന് പറയുന്ന സംഗതിയെ സ്വാമിക്ക് അറിയില്ല. കാരണം ആർദ്രതയാണ്. തിരുവാതിര നക്ഷത്രം, തിരുവാതിര എന്ന് പറഞ്ഞാൽ ആർദ്രതയാണ്. അത് തൻ്റെ ജീവിതത്തിൽ സ്വാമി മുഴുവനുമായിട്ട് ഉപയോഗിച്ചു. ആരോട് സ്വാമിക്ക് ദേഷ്യമില്ല. എന്തൊക്കെ വിമർശനങ്ങൾ സ്വാമിയുടെ നേർക്ക് ഏതൊക്കെ തരത്തിൽ പറഞ്ഞു, എന്തെങ്കിലും പ്രതികരിക്കുക, എന്തെങ്കിലും മോശമായിട്ടോ സ്വാമി പറഞ്ഞിട്ടുണ്ടാവും. ആകെ ഭഗവാൻ പറയാറുണ്ടായിരുന്നത്, ഞാൻ പലപ്പോൾ വായിച്ച പല കാര്യങ്ങളും നോക്കി വരുമ്പോൾ, ചന്ദ്രനെ നോക്കിയിട്ട് നായ്ക്കൾ കുറച്ചാൽ എന്താ എന്ന് സ്വാമി ചോദിക്കാറുണ്ടായിരുന്നു. ചന്ദ്രൻ എന്താ ഉള്ളത്? അവർ കുറച്ചിട്ട് ഇരിക്കാമെന്നല്ലാതെ ഒന്നുമില്ല. അതിലപ്പുറത്തായിട്ട് ഒന്നും തന്നെ സ്വാമി തൻ്റെ വിമർശകന്മാരെ പറ്റിയിട്ട് ഒരു കാലത്തും പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, സ്വാമി വിമർശകന്മാരെ പറ്റി പറയുമ്പോൾ സ്വാമി പറഞ്ഞു, ഞാൻ എൻ്റെ വലത്തെ കൈ എൻ്റെ ഭക്തന്മാരുടെ തലയിലാണ്. അത്ര തന്നെ പോന്നിട്ട് അതിനേക്കാളും ഉയരത്തിൽ നിൽക്കുന്ന അപ്പുറത്തെ കുന്ന് അവിശ്വാസികളുടെ, എന്നെ വിമർശിക്കുന്നവരുടെ എൻ്റെ ഇടത്തെ കൈ അവരുടെ തലയിലാണ്. അപ്പോൾ ഞാനൊരു വ്യത്യാസവും കാണിക്കാതെ 2 പേരുടെ തലയിലും എൻ്റെ കൈകൾ വെച്ചുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് സ്വാമി പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതേമാതിരി തന്നെ ആർദ്രത കാണിക്കുന്നതാണ്. പിച്ചക്കാർ വരുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കാതെ പോകാൻ വിടില്ല. അപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ പിച്ചക്കാർ വളരെയധികമായിട്ട് വരും.
അപ്പോൾ പെങ്ങന്മാർക്കൊക്കെ ദേഷ്യം വരും കൊടുത്തിട്ട് ഇത് എത്രയാണ് കൊടുക്കുക, ഈ കുട്ടിയാണെങ്കിൽ ആർക്കും കൊടുക്കണം പറഞ്ഞിട്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കും. അവർ പറയും ഇനിയൊന്നും പറ്റില്ല എന്ന് പറയും. ഇടയ്ക്ക് ഈശ്വരാമ്യം പറയും മതി കുറേ കൊടുത്തില്ലേ ഇനി മതി എന്ന് പറഞ്ഞാൽ കരയാൻ തുടങ്ങും. കരഞ്ഞിട്ട് പറയും എനിക്ക് ഇന്ന് ഭക്ഷണം വേണ്ട പറയും, ഇന്ന് ഭക്ഷണം കഴിക്കില്ല. പിന്നെ അവസാനം ഈശ്വരാമ്മ വന്നിട്ട് എന്താ നീ ഇങ്ങനെ കഴിക്കാത്തത്, നിനക്ക് വിശക്കില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് ചിലപ്പോൾ ഈ കയ്യെ വാസനിക്കാൻ കൊടുക്കുക. ആ വാസനിക്കുമ്പോൾ പറയും എനിക്ക് ഭക്ഷണമൊക്കെ ഒന്നും പ്രയാസമില്ല, എനിക്കൊക്കെ കൊണ്ടുതരാൻ ആളുണ്ട്. ആരാന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മുത്തലമ്മ എന്ന് പറയും, അവിടുത്തെ ഗ്രാമദേവതയാണ്. അല്ലെങ്കിൽ പറയും വൃദ്ധനായിട്ടുള്ള ഒരു ഗുരുമാതിരി ആളുണ്ട്, അദ്ദേഹം വന്നിട്ട് തരും എന്ന് പറയും. സ്വാമിയെ സംബന്ധിച്ചിടത്തോളം ഒരു അജ്ഞാത ഹസ്തം, ഭഗവാൻ എപ്പോഴും ക്ഷീരം, ഘൃതം, നക്രം ഇവയെല്ലാം കൊണ്ട് കൊടുക്കുന്നതായിട്ട് കയ്യെ വാസനിച്ച് നോക്കിയാൽ അവർക്കൊക്കെ മനസ്സിലായിരുന്നു. എപ്പോഴും ഒന്നിൽ തൈരിൻ്റെ വാസന ഉണ്ടാവും, നെയ്യിൻ്റെ വാസന ഉണ്ടാവും കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് ആർക്കും മനസ്സിലാവില്ല. ഭഗവാൻ അതൊന്നും ശരിക്കും വിവരിച്ച് പറഞ്ഞു കൊടുക്കില്ല. ഇതേമാതിരി തന്നെ വികലാംഗന്മാരെ എവിടെയെങ്കിലും കണ്ടാൽ അയാളെയും കൂട്ടിയിട്ട് വരും. അയാളെ കൂട്ടി വീട്ടിലേക്ക് വന്നിട്ട് എന്തെങ്കിലും കൊടുക്കണം നിർബന്ധിക്കും. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ വലിയ വിഷമാവും സ്വാമിക്ക്. എനിക്ക് ഓർമ്മയുണ്ട് സ്വാമിയുടെ ബർത്ത്ഡേ സമയത്തൊക്കെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ, എത്ര വീൽ ചെയറുകളും എത്ര വികലാംഗന്മാർക്കുള്ള ഉപകരണങ്ങളാണ് പുട്ടപ്പരുത്തിയിൽ വെച്ച് കൊടുത്തിരുന്നത്. ആ സമയത്ത് അതേ സ്വഭാവം സ്വാമിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. അന്ന് സ്വാമിക്ക് കൊടുക്കാൻ കുടുംബക്കാരുടെയൊക്കെ സഹായം വേണമല്ലോ, സ്വാമിക്ക് സ്വന്തമായിട്ട് ഒന്നും ആവാത്ത സമയം. അത് വിശ്രാന്തി എന്നൊരവസ്ഥ കഴിഞ്ഞ ശേഷമാണ് അവതാരങ്ങളൊക്കെ അവതാരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആ അവതാര സ്വരൂപം കാണിക്കുക. ആ വിശ്രാന്തി ആയിട്ടില്ല ആ സമയത്ത്. വിശ്രാന്തിയുടെ ഭാവം നമുക്ക് പറയാം. അപ്പോൾ എല്ലാവരും ഈ കുട്ടിയെ, ചെറിയ കുട്ടിയെ പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല ശീലങ്ങൾ കണ്ടിട്ട്, സ്വഭാവ മഹിമ കണ്ടിട്ട് ആ നാട്ടിലെ എല്ലാവർക്കും കുട്ടിയോട് ഒരു ആദരവാണ്. അവർ ആ കുട്ടിയെ ഒരു ആദർശ ബാലനായിട്ട് കണ്ടിട്ട് ആ കുട്ടിയെ ഗുരു എന്ന രീതിയിൽ കാണാൻ തുടങ്ങി. ചെറിയ കുട്ടിയാണെങ്കിലും ഞങ്ങളെക്കാളൊക്കെ എത്രയോ വിവരമുള്ളൊരു കുട്ടിയാണ് എന്ന് അവർക്ക് തന്നെ തോന്നുക. അപ്പോൾ ഒരു ഗുരുഭാവത്തിലാണ് സ്വാമിയെ കണ്ടുകൊണ്ടിരുന്നത്.